ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയം ജേണി. പുഷ്പ ടു ദ റൂൾ. അല്ലു അർജുൻ സിനിമകളുടെ പാട്ടുകളുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഗംഭീര പാട്ടുകളായിരിക്കും. പക്ഷേ കിസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഇറക്കിയതിന്റെ ക്ഷീണം സത്യം പറഞ്ഞാൽ മാറിയിട്ടില്ല. എടടാ 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 എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ വന്നു എടടാ, നാട്ടുകാർ വന്നു എടടാ, കൂട്ടുകാർ വന്നു എടടാ. പക്ഷേ ഈ പാട്ടിന്റെ ക്ഷീണം എന്തായാലും അടുത്ത പാട്ടിലൂടെ മാറ്റും എന്നുള്ള ആരാധകരുടെ വിശ്വാസത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനമായിരിക്കണം ഈ പാട്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും അതിലെ ഫീലിങ്സ് സോങ് വന്നിട്ടുണ്ട്. ഫീലിങ്സ് ആയിക്കാണ് ഉദ്ദേശിച്ചത്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതിന്റെ പ്രൊമോ ആണ് കേട്ടോ. ഫുൾ സോങ് എന്ന പേരിൽ നമുക്ക് നോക്കാം. ലെറ്റ്സ് സൂപ്പർ. പക്ഷെ എവിടെയോ രഞ്ജിതമേ രഞ്ജിതമേ ഫീൽ ചെയ്യുന്നുണ്ട് അതിന്റെ ബീറ്റിൽ കേട്ടോ. ബട്ട് സൂപ്പർ സോങ് ആയിരിക്കും. ഇത് പൊളിയായിരിക്കും, അതിലൊരു ഡൗട്ടും വേണ്ട. December 1 ആണ് സോങ് വരുന്നത്. സോ കാത്തിരിപ്പോം. എന്തായാലും അത് സൂപ്പർ സാധനമായിരിക്കുന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല കേട്ടോ. ഈ സോങ് നല്ല രസമുണ്ടാവും. പിന്നെ രശ്മിക മന്ദാനയാണ് വരുന്നത് ആൻഡ് ഇവരും കൂടിയാണ് ഇതിലെ ഡാൻസ്. നമ്മൾ മറ്റേ കണ്ട പോലെ എന്താണ് എന്തോ ഒന്ന് പറയണ്ടല്ലോ, തൊട്ടാ അടി കിട്ടുന്നോ, തപ്പിന് അടി കിട്ടുന്നോ, അങ്ങനെ എന്തോ ഒരു സാധനം പറയുന്നുണ്ട്. അവിടേക്കുള്ള സാധനങ്ങളില്ല, അതൊന്നും വലിയ സുഖം ഒന്നുമില്ലായിരുന്നു. പക്ഷെ അല്ലു അർജുൻ വരുമ്പോൾ, ഷീലല വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വിഷ്വലി അത് ഭയങ്കര രസം തന്നെ ആയിരിക്കും. എന്നാൽ അതിനേക്കാൾ 10 ഇരട്ടി ഗംഭീരമായിട്ടുള്ള സാധനമായിരിക്കും ഇവിടെ ഈ ഒരു സോങ്. പിന്നെ പുഷ്പ 2 ആ സോങ്ങിനെ നമ്മൾ കളിയാക്കുമ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ, അല്ലു അർജുൻ മതിയായില്ലേ, പറഞ്ഞു മതിയായില്ലേ എന്നൊക്കെ. ഇവിടെ അല്ലു അർജുനെ നമ്മൾ ആരും കളിയാക്കുന്നില്ല. പുള്ളി ഇത് തെളിയിച്ച ആളാണ്. സുകുമാർ ആണെങ്കിലും നല്ല സിനിമ എടുക്കുന്ന ആളാണ്. പക്ഷെ ഇവിടെ സുകുമാർ തന്നെ ഗംഭീരമാകണം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ സോങ് ആണ് ഈ കിസിക് എന്നുള്ള സോങ്. മലയാളത്തിലേക്ക് മറ്റു പല ആൾക്കാരും ചോദിച്ചു, അങ്ങനെ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ പിന്നെ അതിന്റെ യഥാർത്ഥ വരി എന്താണോ അതല്ലേ മലയാളത്തിലാക്കാൻ പറ്റുള്ളൂ. ചെമ്പിന് പോക്ക് അങ്ങനെ വന്നാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അതിലൊക്കെ ആ വരികൾക്ക് ഒരു ഭംഗി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ലിറിക്സിലേക്ക് അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ മലയാളത്തിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാവണം, അതിനോട് ഒരു 100% മലയാള പാട്ട് എഴുതുന്ന പോലും എഴുതാൻ പറ്റില്ല. ആ ലിപ്സിങ്കും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അല്ലു അർജുൻ സിനിമകളിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള സാധനം ഡയറക്റ്റ് ആ തെലുഗു അല്ലെങ്കിൽ കന്നഡ സാധനത്തിലുള്ള സാധനം അതേപോലെ മലയാളത്തിലാക്കിയൊന്നുമല്ല. അത് നല്ല വൃത്തിക്ക് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോ വളരെ മോശം ഒരു സാധനം തരുമ്പോൾ എന്തോ ഓക്കെ ആ അതിനോട് അതേ ടൂണിൽ എന്തെങ്കിലും തോന്നി എഴുതി വെക്കുക പറഞ്ഞാൽ അത് തോന്നിയസല്ലേ. അപ്പൊ നമ്മൾ അതിനെ ചോദ്യം ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. അത് അല്ലു അർജുനോടുള്ള ഇഷ്ടം കേടുകൊണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളോടുള്ള വെറുപ്പുകൊണ്ടൊന്നുമല്ല, നമ്മുടെ പ്രതീക്ഷ അത്രമാത്രം ഉണ്ടായിരുന്നു. അതിനോട് യോജിക്കുന്ന രീതിയിൽ ഒരു സാധനം തരാത്തപ്പോൾ നമുക്ക് സങ്കടം തോന്നി. പോരാത്തിന് സുകുമാർ തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ? വേറെ എത്ര നല്ല ലിറിസിസ്റ്റുകളുണ്ട്. ഇതാ ഇവിടെ എന്താ പ്രശ്നം ഈ പാട്ടിന്? എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ആ ലിപ്സിംഗ് കറക്റ്റ് അല്ലേ? ട്യൂണ് കറക്റ്റ് അല്ലേ? അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അല്ലു അർജുനോട് ഇവിടെ ആർക്കും ഒരു ചടപ്പില്ല. അല്ലു അർജുൻ നമ്മൾ മുത്താണ്, മല്ലു അർജുനാണ്. ഞാൻ എപ്പോഴും എന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു തവണയെങ്കിലും ഞാൻ മല്ലു അർജുൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് ആത്മാർത്ഥമായി പറയണം. കാരണം അല്ലു എന്ന് പറഞ്ഞ നമ്മുടെ മലയാളികളുടെ സ്വന്തമാണ് ഒരു തോന്നലുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ എന്താ പറയാ സൗണ്ട് ഒന്നാമത്, കാരണം മലയാളത്തിലെ സൗണ്ടാണ്. കാരണം ഇപ്പൊ ഞാൻ എത്ര വട്ടം പറയണത്, മലയാളത്തിലെ സൗണ്ടാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം സൗണ്ടിനോട് പോലും ഒരു താല്പര്യം ശരിക്കില്ല. ഇപ്പൊ തന്നെ മലയാളത്തിൽ വന്ന സമയത്ത് അല്ലു അർജുൻ പറഞ്ഞിട്ടുള്ള ഡയലോഗ്സ് ഉണ്ടല്ലോ, അദ്ദേഹം പാട്ട് പാടും മറ്റേ പുഷ്പ 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 എന്ന് വെറുതെ പറയുന്നുണ്ട്. ആ ടോണിലല്ല, ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ടോണിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ താഴെ ഈ ഡയലോഗ്സിൽ കുറെ ആൾക്കാർ അതേമാതിരി കേരളത്തിന് നന്ദിന്നോ അങ്ങനെ നമസ്കാരം അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതിന്റെ താഴെ കമന്റിൽ പറയും, ഇത് എന്റെ അല്ലു അർജുൻ അല്ല, എന്റെ അല്ലു അർജുൻ ഇങ്ങനെയല്ല, ഇത് ഞങ്ങളുടെ മല്ലു അർജുൻ അല്ല, ഞങ്ങളുടെ മല്ലു അർജുൻ ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ ഡയലോഗുകൾ നിങ്ങൾക്ക് കുറെ കാണാം പല ആളുകളുടെ അക്കൗണ്ടിൽ നിന്നും. അപ്പൊ അവർക്കൊക്കെ ആ സൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ പറ, ഏത് സൗണ്ടാണ് അല്ലു അർജുൻ ഏറ്റവും ആപ്റ്റ്? അത് ജിസ്ജോയുടെ വോയിസ് തന്നെയാണ്. അതിൽ കേൾക്കുമ്പോൾ ഇനി നാളെ പുഷ്പ ഇറങ്ങുമ്പോൾ ജിസ്ജോയുടെ വോയിസിന് പകരം വേറെ ഏതെങ്കിലും ഒരാൾ വോയിസ് കൊടുത്താൽ, ഒരു പക്ഷേ ജിസ്ജോയുടെ വോയിസിനേക്കാൾ ഗാംഭീര്യമൊക്കെ ഉള്ള വോയിസ് ആണെങ്കിൽ പോലും അതിന്റെ ഒരു ക്യൂട്ട്നെസ്സും അതിന്റെ ഒരു രസവും സ്റ്റൈലും നമുക്ക് കിട്ടൂല. കാരണം അവിടെ പ്രണയിക്കുന്ന സമയത്ത് പറയുന്ന ചില സാധനങ്ങള്, ചില ഇംഗ്ലീഷ് വേർഡ്സ് പറയുന്ന സംഭവങ്ങള്, അത് ഇപ്പൊ തന്നെ നോക്ക്, പുഷ്പ എന്ന് പറഞ്ഞാൽ നാഷണൽ എന്ന് വിചാരിച്ചോടാ, ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്.
അപ്പൊ അതാണ് സംഭവം. നമ്മുടെ പ്രതീക്ഷകൾ അത്ര ഹൈ ആണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന സാധനമാണ് ഇപ്പൊ തന്നത്. അത് വീടിലെ സാധനമായിരിക്കും. വരട്ടെ.